ഇറാനെതിരെയുള്ള യുദ്ധത്തിനിടയിലും ഇറാന്റെ ജനതയ്ക്ക് പുതുവത്സരാശംസ നേർന്ന രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെയധികം വിവാദമായിരിക്കുകയാണ് അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ. അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ AI ആണ് എന്നാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹം 90 സെക്കൻഡോളം സംസാരിക്കുകയാണ്. ഇറാനിയൻ പുതുവർഷമായ നൗറൂസ് പ്രമാണിച്ചാണ് തിങ്കളാഴ്ച നെതന്യാഹു ഇറാൻ ജനതയ്ക്ക് വീഡിയോയിലൂടെ ആശംസ അറിയിച്ചിരിക്കുന്നത്. ധീരരായ ഇറാനിയൻ ജനതയ്ക്ക് ഞാൻ എല്ലാ കൊല്ലവും പറയുന്നത് പോലെ പ്രകാശത്തിന്റെ ഉത്സവത്തോടുകൂടിയ ഈ ആഘോഷകാലം നിങ്ങൾക്ക് സന്തോഷകരമാകട്ടെ. ബുധനാഴ്ച ആഘോഷിക്കപ്പെടുന്ന പുരാതന ഇറാനിയൻ ഉത്സവമായ ചാഹർഷാൻ ബസൂറിയെയാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഇരുട്ടിന്മേൽ പ്രകാശത്തിന്റെ വിജയം, തിന്മയുടെ മേൽ നന്മയുടെ വിജയം എന്ന ഇറാനിയൻ ജനതയുടെ പുരാതന വിശ്വാസത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഫാർസിയിൽ ഉപശീർഷകങ്ങളോടെ അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞു. ഈ വർഷം ഈ അവധിക്കാലത്തിന് പ്രത്യേക അർത്ഥമുണ്ട്. ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് സന്തോഷകരമായ നൗറൂസ് ആശംസിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു പുതിയ തുടക്കം. വെള്ളിയാഴ്ച ആഘോഷിക്കപ്പെടുന്ന ഈ ആഘോഷത്തെക്കുറിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഇങ്ങനെ പോകുകയാണ്. നെതന്യാഹുവിന്റെ സുരക്ഷ, ആരോഗ്യനില, ഇതിനെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ മറുപടിയുമായി അദ്ദേഹം നേരിട്ട് രംഗത്തെത്തി. എങ്കിലും പുറത്തുവിട്ട പുതിയ വീഡിയോകൾ കൂടുതൽ ദുരൂഹതകൾ സൃഷ്ടിക്കുകയാണ്. 6 വിരൽ വിവാദം AI ആണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ഒരു വീഡിയോയിൽ നെതന്യാഹുവിന്റെ കൈകളിൽ 6 വിരലുകൾ ഉണ്ട് എന്ന നിരീക്ഷണമാണ് സംശയങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതോടെ ഇസ്രായേൽ പുറത്തുവിടുന്ന വീഡിയോകൾ യഥാർത്ഥമല്ല എന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നുമുള്ള വാദം ശക്തമായി. നെതന്യാഹുവിന്റെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചും അദ്ദേഹം മരിച്ചു എന്നും വരെ ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനെ പരിഹസിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഒരു പുതിയ വീഡിയോ വന്നു. ജെറുസലേം കുന്നുകളിലെ സത്താഫ് എന്ന കഫേയിൽ കോഫി ഓർഡർ ചെയ്യുന്ന നെതന്യാഹുവിനെയാണ് ഇതിൽ കാണുന്നത്. താൻ മരിച്ചു എന്ന വാർത്തകളെ അദ്ദേഹം ഇതിൽ തമാശ രൂപേണ തള്ളിക്കളയുന്നു. ഞാൻ മരിക്കുകയാണ് ഈ കോഫിക്ക് വേണ്ടി എന്ന് നെതന്യാഹു വീഡിയോയിൽ പറയുന്നു. തുടർന്ന് തന്റെ ഇടത് കൈയും വലത് കൈയും ഉയർത്തിക്കാട്ടുന്നു. വിരലുകൾ എണ്ണാൻ അദ്ദേഹം കാണികളോട് വെല്ലുവിളിക്കുന്നുണ്ട്. ലക്ഷ്യം എന്ന് ആശംസിച്ചാണ് അദ്ദേഹം ആ വീഡിയോ അവസാനിപ്പിച്ചത്. അതിനുശേഷം നെതന്യാഹു പങ്കുവച്ച വീഡിയോ വ്യാജമാണെന്ന് എലോൺ മസ്കിന്റെ എക്സിൽ AI ചാറ്റ്ബോട്ടായ ഗ്രോക്ക് തന്നെ ലേബൽ ചെയ്തത് ഇസ്രായേൽ സർക്കാരിനെ വെട്ടിലാക്കിയെന്നാണ് വിവരങ്ങൾ. ഇതൊരു ഡീപ് ഫേക്ക് വീഡിയോ ആണ് എന്നും ഇത്തരമൊരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല എന്നുമാണ് ഗ്രോക്കിന്റെ മറുപടി. ഇത് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കിടയിൽ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കി. പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുകയാണ് എന്ന ആരോപണം ശക്തമായി. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇങ്ങനെ ദുരൂഹതകൾ തുടരുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മകൻ യായർ നെതന്യാഹുവിന്റെ അസാന്നിധ്യവും ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് യായർ. പിതാവിനെ കുറിച്ചുള്ള വാർത്തകൾ ഇത്തരത്തിൽ പുറത്തു വന്നിട്ടും റെസ്പോണ്ട് ചെയ്തില്ല. ഇതൊക്കെ സംശയത്തിന് ബലം ഏകുകയാണ്. ഇനി യായറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നെതന്യാഹുവിനെ കുറിച്ചുള്ള മറ്റു ചില വ്യാജ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഒരു സ്ക്രീൻഷോട്ടിൽ അമേരിക്കൻ സായുധ സേനയുടെ പേര് ഉപയോഗിച്ച് പ്രചരിക്കുന്ന ചിത്രം ഗ്രോക്കിന്റെ സഹായത്തോടെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ അതും വ്യാജമാണ് എന്നാണ് വിവരങ്ങൾ. നെതന്യാഹുവിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാൻ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വ്യാജ ചിത്രങ്ങളാണിവയെ എന്ന് ഗ്രോക്ക് വ്യക്തമാക്കുന്നുണ്ട്. നെതന്യാഹുവോ അദ്ദേഹത്തിന്റെ കുടുംബമോ മരണപ്പെട്ടു എന്നതിന് സ്ഥിരീകരണമില്ല എന്നും ഗ്രോക്ക് പറയുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വീഡിയോകൾ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ടല്ലോ എന്ന് ഗ്രോക്ക് ഓർമ്മിപ്പിക്കുന്നു. അഭ്യൂഹങ്ങൾക്കിടയിൽ ഇറാൻ ജനതയ്ക്ക് പേർഷ്യൻ പുതുവത്സരമായ നൗറൂസ് ആശംസകൾ അറിയിച്ചും നെതന്യാഹു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ളത്. ഇരുട്ടിനെ തോൽപ്പിക്കും വെളിച്ചം എന്ന് ഇംഗ്ലീഷിലും പേർഷ്യനിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഓരോ നീക്കത്തെയും വലിയ ജാഗ്രതയോടെയാണ് ഇപ്പോൾ ലോകം വീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ നെതന്യാഹു സുരക്ഷിതനാണോ അതോ AI വീഡിയോകൾ വഴി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.